എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കപ്പലണ്ടി വെച്ചിട്ടുള്ളൊരു ഉഗ്രൻ റെസിപ്പി നോക്കാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പലണ്ടി കൊണ്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കുകയാണ്. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ തൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ അത് ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ വറുക്കാത്ത കപ്പലണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കപ്പലണ്ടി ചീനച്ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വറുത്തെടുക്കാം. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കപ്പലണ്ടി വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ ശരിയായി വരില്ല, കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാ നമ്മൾ കപ്പലണ്ടിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് ചൂടാറുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി തൊണ്ടൊക്കെ കളഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ ഒരു 5 വറ്റൽമുളക് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഒരു ചെറിയ പുളിയും കൂടെ വേണം. വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി നല്ലപോലെ വഴന്നു വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയുടെയും അതുപോലെ തന്നെ സവാളയുടെയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കപ്പലണ്ടി ചൂടാറിയത് തൊണ്ട് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയും വറ്റൽമുളകിൻ്റെയും കൂടെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വറ്റൽമുളകും സവാളയൊക്കെ ചേർന്ന് ആ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഇട്ട ഉപ്പ് പോരാന്ന് തോന്നിയ കാരണം ഞാൻ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. കുറച്ച് മധുരം ഉണ്ടാവും, അതുപോലെ തന്നെ എരിവുണ്ടാവും, എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു രുചികരമായിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കുക. ദോശയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.